കാരണം താങ്കൾക്ക് അടക്കം ശ്രദ്ധിക്കാവുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷീര കർഷകരുടെ ബുദ്ധിമുട്ടാണ്, അത് പലതരത്തിലുള്ള വെല്ലുവിളികളാണ്. നമ്മൾ പലപ്പോഴും അറിയാം, വേനൽക്കാലത്ത് ക്ഷീരമേഖല അസാധാരണ പ്രതിസന്ധി നേരിടാറുണ്ട്. പാലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു എന്ന് മാത്രമല്ല, ഈ മേഖല തന്നെ നിലനിൽക്കുന്നത് വെല്ലുവിളിയാണ്. കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ് ക്ഷീര കർഷകർക്കൊപ്പമുണ്ട്. അനീഷ്, എന്താണ് ക്ഷീര കർഷകർ നേരിടുന്ന വെല്ലുവിളി? നമുക്ക് എങ്ങനെ പ്രേക്ഷകരിലേക്കും ഒപ്പം തന്നെ ഹരിശങ്കർ അടക്കമുള്ള ഈ ബാങ്ക് പ്രതിനിധികളിലേക്കുമൊക്കെ ഈ വാർത്ത എത്തിക്കാം? സജിത്ത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ വേനൽക്കാലത്ത് അങ്ങേയറ്റം പ്രതിസന്ധിയിലൂടെയാണ് ക്ഷീരമേഖല കടന്നു പോകുന്നത്. കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ ഒരു വേനൽക്കാലത്ത് മാത്രം 1000-നടുത്ത് പശുക്കൾ സംസ്ഥാന വ്യാപകമായി ചത്തുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പല കർഷകരുടെയും തൊഴുത്തുകൾ അങ്ങേയറ്റം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയത്തുള്ള ഒരു ചെറുകിട പശു കർഷകന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിൽ ഏതാണ്ട് 10 പശുക്കൾ ഉണ്ടായിരുന്ന ഒരു ഫാമാണ് ഇത്. പക്ഷേ ഈ പശുക്കളുടെ എണ്ണം തുലോം തുച്ഛമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ 2 പശുക്കൾ മാത്രമാണ് ഈ തൊഴുത്തിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മറ്റു പശുക്കൾ പലതിനെയും വിറ്റൊഴിവാക്കുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ കനത്ത ചൂടിൽ ചത്തുപോവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു കർഷകരുടെ അവസ്ഥയും. നമുക്കിപ്പോൾ ഈ തൊഴുത്തിൽ തന്നെ കാണാം, ഈ ഫാനുകളൊക്കെ ഇട്ട് പൂർണ്ണമായും എപ്പോഴും ഈ തണുപ്പ് ഈ ഫാമിനുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീട്ടേണ്ട ഒരു സാഹചര്യമാണ്. ഈ തൊഴുത്തിൽ തന്നെ ഒരു പ്രത്യേക തടി ഉപയോഗിച്ച് തട്ട് നിർമ്മിച്ച് ആ തട്ടിൻ്റെ അടിയിലാണ് ഈ പശുക്കളെ വളർത്തുന്നത്. അതായത് ഒരു തരത്തിലും നേരിട്ട് ആ സൂര്യപ്രകാശം വാങ്ങരുതാത്ത രീതിയിൽ 2 ഫാനുകൾ ഈ മുറിയിൽ തന്നെ മറുവശത്ത് പ്രവർത്തിക്കുന്നു. ഒപ്പം ഏതാണ്ട് 1-2 മണിക്കൂറുകളുടെ ഇടവേളയിൽ ഈ പശുക്കളെ കുളിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്ക് എന്തായാലും ആ കർഷകനോട് തന്നെ ചോദിക്കാം, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇവർ ഈ വേനൽക്കാലത്ത് നേരിടുന്നത്? ഈ വേനൽക്കാലം വലിയൊരു പ്രശ്നമുള്ള സമയമാണ് അല്ലേ? നിങ്ങളെ സംബന്ധിച്ചോളം ഈ പാലിന്റെ അളവ് വളരെ കുറയുന്നു, ചത്തുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. നേർപകുതിയെ പാല് കിട്ടുന്നുള്ളൂ. 25-30 കിട്ടിയ സ്ഥാനത്ത് ഇപ്പോൾ 15-18 ആ റേഞ്ചിലായി പാലിൻ്റെ സ്ഥിതി. പശുക്കൾ ചൂട് കാരണം തീറ്റ എടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. പശുക്കൾ നോക്കിയാലും ഡ്രസ്സ് കാരണം കിതച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഫുൾ ടൈം ഫാന്, വെള്ളം വാഷ് ചെയ്തും കൊണ്ട് ഒരു ദിവസം 5-6 പ്രാവശ്യവും 2 മണിക്കൂർ ഇടവിട്ടിട്ട് പശുക്കളെ കഴുകി കൊടുക്കുകയാണ്. അത്രയും ചൂടിൽ പശുക്കൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് ഓവർബ്രീഡ് പശുക്കളൊന്നും ഇപ്പം അധികം വാങ്ങിക്കൊണ്ടൊന്നും പോറ്റാൻ കഴിയില്ല. തീറ്റയുടെ ചിലവും പാലിൻ്റെ പകുതി പൈസ ഇപ്പോൾ പാലിൻ്റെ കിട്ടുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ തീറ്റേൻ്റെ വില ഇങ്ങനെ കൂടി വരുന്ന കാലഘട്ടത്തിൽ പശുവിനെ പോറ്റാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് പശുക്കളാണല്ലേ ചത്തുപോയതും രോഗങ്ങളും കാര്യങ്ങളും. ഈ ചൂട് കൂടുമ്പോൾ പശുക്കൾക്ക് ദഹനത്തിനും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പല രോഗങ്ങൾ, ഇപ്പം ടൈലേരിയ, അനാപ്ലാസ്മ പോലത്തെ രോഗങ്ങൾ ഇഷ്ടം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പശുക്കൾക്കും ഇപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ട്. ആദ്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കൾക്കാണ് ഈ കംപ്ലയിൻറ്റ് വരിക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം തമിഴ്നാടായാലും നാട്ടിലത്തെ പശുവായാലും വീട്ടിൽ നമ്മൾ വളർത്തുന്ന പശുവായാലും ഈ ടൈലേരിയും കാര്യങ്ങളൊക്കെ എല്ലാ പശുക്കൾക്കും ഉണ്ട്. സ്ട്രെസ് കൊണ്ട് വരുന്ന രോഗമാണ് ഈ ടൈലേരിയ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ പശുക്കൾക്കും ഈ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോഴാണ് ചൂട് വല്ലാതെ പശുക്കളെ ബാധിച്ചു തുടങ്ങി. ഈ പ്രാവശ്യം നേരത്തെ തന്നെ പശുക്കളെ ബാധിച്ചു തുടങ്ങി. ഇപ്പം എന്ന് വെച്ചാൽ പശുക്കൾക്ക് എന്ന് വെച്ചാൽ ഏത് സമയം നോക്കിയാലും കിടക്കിയ പശുക്കൾ വെയിലിൻ്റെ ചൂട് കൊണ്ട് കിടക്കുമ്പം കതച്ചുകൊണ്ട് ആ വായിൽ നിന്നുള്ള അതിൻ്റെ നൊര കംപ്ലീറ്റ് പുറത്തേക്ക് പോവുകയാണ്. അയവിറക്കാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ഇപ്പം നമ്മൾ കുറച്ച് നേരം കൂളിംഗ് ആക്കുന്ന സമയത്ത് പശുക്കൾ ലേശം റിലീഫാവും. അത് കഴിഞ്ഞാൽ പിന്നെയും ഡ്രൈ ആവുകയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പുറത്തോട്ട് ഇറക്കാന്ന് വെച്ചാൽ ഈ വെയിലത്ത് പുറത്തെവിടെയും കൊണ്ട് കെട്ടാനും കഴിയില്ല. അതിനെക്കാട്ടിയും വലിയ ബുദ്ധിമുട്ടാണ്. ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പശുക്കൾ, ഞങ്ങൾ തന്നെ ഒരു വർഷം മുന്നേ ഒരു പശു ചത്തുപോയത് അതേമാതിരി കാലയിൽ ഭയങ്കര മറ്റേ ചൂടായതിനെ കൊണ്ട് പുറത്ത് അയച്ച് കെട്ടി അവിടുന്ന് പശു ചത്തുപോയതായിരുന്നു. 2 പശു എന്ന് വെച്ചാൽ 7, 8, 10 ഉള്ള കാലം പോയി ഇപ്പോൾ 2 പശുവിൽ നിന്ന് മേലെ എത്തി. കാരണം എന്ന് വെച്ചാൽ പാല് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഉള്ള പാല് ഇവിടെ കിട്ടുന്നില്ല. കാരണം ചൂട് കാരണം പശുക്കൾ പാല് കുറഞ്ഞു പോവുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഇതിപ്പം നഷ്ടത്തിലേക്കാണ് കോലത്തിൽ പോയി കഴിഞ്ഞാൽ പോയി കൊണ്ട് നിൽക്കുന്നത്. 5-6 ഫാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു പശുവിന് ഒരു ഫാന് ബാക്കിലും ഒരു പശുവിന് ബാക്കിലും മുന്നിലുമായിട്ട് ഒരു പശുവിന് 2 ഫാനായിട്ടാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഫുൾ ടൈം 24 hours ഫാൻ ഇടണം നിർബന്ധമാണ്. ഫാൻ ഇട്ടിട്ടും കാര്യമില്ല. എന്നാലും ഒരു ഏകദേശം ഒരു ആശ്വാസം തണുപ്പിക്കുമ്പോഴും ആ ഫാനിൻ്റെ ഇതിനെ കൊണ്ട് കുറച്ച് നേരം പശുക്കൾ ഒരു റിലീഫായിരിക്കും. കുളിപ്പിച്ച് കൊണ്ടിരിക്കണം. പിന്നെ പച്ചവെള്ളം 2-3 പ്രാവശ്യമായിട്ട് പച്ചവെള്ളം വെച്ച് കൊടുക്കുക. ആ പച്ചവെള്ളം കുടിപ്പിക്കുക.
അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ഈ ചെലവ് കുത്തനെ കൂടുകയും ചെയ്യും. ചിലവ് ഡബിൾ കൂടുന്നത് കറണ്ട് ചാർജും ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഇത് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ചാർജ് ജാസ്തിയാവും. പിന്നെ തീറ്റ ചെലവ് ജാസ്തി, പാലിന് കുറവ് വരുന്നുണ്ട്. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് പാലും കിട്ടും, ആ പാലിന് വിലയും കിട്ടുമ്പോൾ കുഴപ്പമില്ല. ഇപ്പം എന്ന് വെച്ചാൽ പാല് വളരെ കുറവായി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ശരിക്കും സർക്കാർ ഈ വേനൽക്കാലത്ത് എന്തെങ്കിലും പ്രത്യേക പാക്കേജിലേക്ക് എന്തെങ്കിലും പാക്കേജ് കൊണ്ടുവരണം. ഇതുവരെ അതിനെപ്പറ്റി സംഗതി ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും കർഷകർക്ക് വേണ്ടി ഒരു പാക്കേജ് കൊണ്ടുവന്നാൽ ഉപകാരപ്പെടുകയായിരിക്കും. പാലുൽപാദനം കുറയുന്നു. പാലുൽപാദനം കുറയുമ്പോൾ കർഷകർക്ക് എന്തെങ്കിലും ഒരു സ്കീം അതിനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഗതിയാണത്. സജിത്ത്, അതാണ് കാര്യങ്ങൾ. കാരണം ഈ വേനൽക്കാലത്ത് പാലുൽപാദനം കുത്തനെ കുറയുന്നു, ചെലവ് അധികരിക്കുന്നു. കാരണം ഫാനൊന്നും ഇടാതെ പശുവിനെ വളർത്തുന്ന കാലം പോയിരിക്കുന്നു. 5-6 ഫാനുകൾ ഒരു തൊഴുത്തിൽ വേണം. ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ പശുക്കളെ കുളിപ്പിക്കണം. അവരുടെ അന്തരീക്ഷ ഊഷ്മാവ് എപ്പോഴും തണുപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു കിതപ്പ്. എപ്പോഴും ഈ പശുക്കൾക്കൊരു കിതപ്പാണ്. ഇത്രയധികം ഫാനിട്ട് ഏതാണ്ട് 5 മിനിറ്റ് മുമ്പ് ഈ പശുവിനെ കുളിപ്പിച്ചതാണ്. പക്ഷേ അത്തരത്തിൽ 10 മിനിറ്റ് മുമ്പ് കുളിപ്പിച്ചാൽ പോലും ശരീരം വീണ്ടും ആ ജലാംശം മുഴുവൻ പോയി ഒരു നിർജ്ജലീകരണ അവസ്ഥയിലേക്ക് വീണ്ടും എത്തുന്നു. വീണ്ടും കുളിപ്പിക്കുന്നു, ഫാനിടുന്നു. ഇങ്ങനെയാണ് ഈ കർഷകർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വേനൽക്കാലത്തെങ്കിലും ഒരു പ്രത്യേക പാക്കേജ്, കാരണം ഉൽപ്പാദന ചെലവ് ഇരട്ടിയിലധികമായി വർദ്ധിക്കുന്നു. പക്ഷേ പാല് ഉൽപ്പാദിപ്പിക്കുന്ന അളവും കുറയും. പക്ഷേ ഈ പാലിൻ്റെ വില മാത്രം വർദ്ധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായുള്ള നടപടിക്രമങ്ങളാണ് ഈ മേഖലയെ രക്ഷിക്കാനായി അനിവാര്യമാവുന്നത്. സജിത്ത്. ശരി അനീഷ്, എന്തായാലും അനീഷ് സൂചിപ്പിക്കുന്ന പോലെ ക്ഷീരകർഷക മേഖലയുടെ പ്രതിസന്ധി ഒരുപക്ഷെ പാലിൻ്റെ അളവ് കുറയുന്നു എന്നതിനപ്പുറം പശുക്കളുടെ ജീവൻ നിലനിർത്താൻ പോലും ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു വേനൽക്കാലമാണ്. അതാണ് കർഷകരുടെ പെടാപ്പാട്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. അതാണ് ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളി. അങ്ങനെ പല മേഖലകളും വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടുന്നത്.